ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിൻ്റെ ബോർഡർ, അതായത് ബന്ദിപ്പൂരിൽ നിന്ന് വരുമ്പോഴുള്ള ബോർഡർ ചെക്ക് പോസ്റ്റിലാണുള്ളത്. ഇവിടുന്ന് പോലീസുകാർ വണ്ടികളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് വിടുന്നത്. പ്രത്യേകിച്ച് കർണാടക രജിസ്ട്രേഷനും കേരള രജിസ്ട്രേഷൻ വണ്ടികളൊക്കെ നല്ലോണം ചെക്ക് ചെയ്തിട്ട് അവർ വിടും. ഇവിടുന്ന് ഈ കാറൊക്കെ കർണാടക രജിസ്ട്രേഷൻ്റെയാണ്. അപ്പോൾ അവരെയും വിട്ടു. നമ്മൾ പിന്നെ ഒന്നും ചെക്ക് ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ നേരെ മുന്നോട്ടേക്ക് പോകാൻ ഇതാണ് ഇവിടത്തേക്ക് നമ്മളെ മുതുമലൈ ടൈഗർ റിസർവിൻ്റെ ഗേറ്റ് എന്ന് പറയാം. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഏകദേശം കാടുകളാണ്. ഇതൊക്കെ ഈ വലത്തുഭാഗത്ത് കാണുന്ന എനിക്ക് വന്ന് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവരുടെ ക്വാർട്ടേഴ്സാന്ന് തോന്നുന്നുണ്ട്. ഇനി അങ്ങോട്ടേക്ക് എന്തെങ്കിലും മൃഗങ്ങളെ കാണാൻ പറ്റുമോ എന്നുള്ള ഇതിൽ നിന്ന് പോകാൻ നമുക്ക്. അത്യാവശ്യം വാഹനങ്ങളുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നു വാഹനങ്ങളൊക്കെ കുറവാണ്. സ്വാഭാവികമായിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ലോഡ് കയറ്റാൻ പോകുന്ന ലോറികളാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ചിത്രങ്ങളല്ലാണ്ട് മൃഗങ്ങളെയൊന്നും കാണാൻ പറ്റുന്നില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ലോറികൾ വരും. പിന്നെ അത്യാവശ്യം ടൂറിസ്റ്റ് വണ്ടികളും, പിന്നെ തമിഴ്നാടിൻ്റെ ബസ്. ഈ കാണുന്ന ചെറിയൊരു പാലം മുംബൈ ഉണ്ടാക്കിയെന്ന് തോന്നുന്നുണ്ട്. ഇടുങ്ങിയൊരു പാലം. ഇടയ്ക്കൊരു കാട്ടുപന്നീനെ കാണാൻ പറ്റിയ, പക്ഷെ റൈറ്റ് സൈഡിലാണ്. പക്ഷേ എനിക്ക് ക്യാമറ ഇവിടെ ഈ ഇതിന് മുകളിൽ ഫിറ്റ് ചെയ്തുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി, കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ചെക്ക് പോസ്റ്റ്. ഇത് RTO ചെക്ക് പോസ്റ്റാണ്. നമ്മൾ ഗൂഡല്ലൂർ ലക്ഷ്യമാക്കി നീങ്ങിയാണ്. മുതുമലൊക്കെ കഴിഞ്ഞ് മസനഗുഡ റൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ നേരെ ഗൂഡല്ലൂർ ഭാഗത്തേക്ക് പോകാണ്. ഇപ്പോൾ ഗൂഡൽ ടൗണിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ വാഹനങ്ങളൊക്കെ ഞായറാഴ്ച ആണെന്ന് തോന്നുന്നുണ്ട് ലോറികളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടുന്ന് സാധാരണഗതിയിലാണെങ്കിൽ 9 മണി മുതൽ 9:30 10 മണി വരെ അവർ വണ്ടി വിടൂല. സ്കൂൾ ടൈം എന്നിട്ട് അവർ ഗൂഡൽ ടൗണിൻ്റെ ഭാഗത്തുകളിൽ. ഇന്ന് പിന്നെ ആ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് വാഹനം കുറവായതുകൊണ്ടും അതുകൊണ്ട് കൃത്യമായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മളിങ്ങനെ നേരെ ഗൂഡല്ലൂർ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കോടതി ഭാഗമാണെന്ന് തോന്നുന്നുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ ടൗണിനോട് അടുക്കും തോറും വാഹനങ്ങളിങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് എത്താനായിട്ടുണ്ട്. ഗൂഡൽ ടൗണിൻ്റെ ഹൃദയത്തിൽ തന്നെയാണ് ബസ് സ്റ്റാൻഡുള്ളത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡ്. ഇവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സുൽത്താൻ ബത്തേരി കോഴിക്കോട് ഭാഗത്തേക്ക് പോകാൻ പറ്റും. നേരെ പോയി കഴിഞ്ഞാൽ നേരെ കുന്നു കയറി കഴിഞ്ഞാൽ ഊട്ടി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ സർക്കിളിൽ നിന്ന് നേരെ പോകണം. നമുക്ക് പോകേണ്ടത് അങ്ങൊരു ബോർഡ് കാണുന്നുണ്ടാകും. അവിടെ നിന്ന് നമുക്ക് റൈറ്റാണ് പോകേണ്ടത്, നേരെ നാടുകാണിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പോകുന്നത് നാടുകാണി വഴി നേരെ നിലമ്പൂർ വഴി കൊച്ചിക്കാണ് നമുക്ക് പോകേണ്ടത്. നേരെ പോയാൽ ഊട്ടി, വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നാടുകാണി, പിന്നെ കോഴിക്കോടൊക്കെ പോകാൻ പറ്റും ഇതുവഴിയും. ഇവിടെയൊക്കെ ലെഫ്റ്റ് സൈഡിൽ കൂടുതലും ഈ തേയില എസ്റ്റേറ്റുകളാണ്. ടീ എസ്റ്റേറ്റ്, ഗൂഡല്ലൂർ ടീൻ്റെ അതിമനോഹരമായ വഴികളാണ്. സീനറി, സൂപ്പർ സീനറി. ലോറിക്കാരൊക്കെ ലീവാന്ന് തോന്നുന്നുണ്ട്. സൺഡേ ആണ്. ലോറി ലൈറ്റോ അല്ല സൺഡേ നിർത്തി വെച്ചാന്നറിയില്ല. എന്നിരുന്നാലും സീനറി അടിപൊളിയാണ്. നല്ല തേയിലത്തോട്ടങ്ങളിടയിലൊക്കെ ഇങ്ങനെ പോകുക. ഞാനിതുവഴി പകല് പോയിട്ടില്ല, രാത്രി പാസ് ചെയ്ത് പോയിട്ടുണ്ട്. അതുപോലെ തിരിച്ച് ഇങ്ങോട്ടും അധികം രാത്രികളാണ് ഇങ്ങോട്ടേക്ക് കടന്നതാണ്. ഇത് ആദ്യമായിട്ടാണ് പകല് പോകുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ ധൈര്യത്തിൽ പോകാൻ നിൽക്കുന്നത്. കാരണം ഞായറാഴ്ച ആകുമ്പോൾ വാഹനങ്ങൾ കുറവുണ്ടാവുകയും ചെയ്യും. പിന്നെ ഈ സ്കൂളിൻ്റെയൊക്കെ ബ്ലോക്കും, സ്കൂളില്ലാത്തതുകൊണ്ട് ആ ഒരു സ്കൂൾ ബസ്സിൻ്റെയൊക്കെ തിരക്കും കുറയും.
അപ്പോൾ ഇങ്ങനെ സീനറി കണ്ട് ഇങ്ങനെ നമ്മൾ നിലമ്പൂർ ഭാഗത്തേക്ക് നാടുകാണി ഭാഗത്തേക്ക് പോവുകയാണ്. തേയിലത്തോട്ടങ്ങളുടെ ഇടയിലേക്ക്, അതിൻ്റെ ഇടയിൽ കുറേ മുളങ്കാടുകളും മുളകളൊക്കെ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന റോഡിലേക്ക്. ഇടയിലിടയിൽ ചെറിയൊരു ടൗണുകൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഏകദേശം നാടുകാണി തിരിയേണ്ട സ്ഥലം എത്താറായിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലാണ് തലശ്ശേരി ബിരിയാണി, തലശ്ശേരി തക്കാരം റെസ്റ്റോറൻ്റാണ്. ഇവിടെ നേരെ പോയ കോഴിക്കോട് നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിയണം നിലമ്പൂരേക്ക്. ഇവിടെ പോലീസ് ചെക്ക് പോസ്റ്റും ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ തമിഴ്നാട് രജിസ്ട്രേഷൻ കുഴപ്പമില്ല. അവരങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ കുഴപ്പമില്ല. പിന്നെ നമ്മൾ നാടുകാണി ചുരം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ തമിഴ്നാടിൻ്റെ സൈഡാണ്. തമിഴ്നാട് സൈഡിൽ കുറച്ച് റോഡ് മോശമുണ്ട്. ഞാൻ വരുന്ന സമയത്തൊക്കെ കുറച്ച് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. എന്തായെന്ന് അറിയില്ല. ഇപ്പം 1-2 ആഴ്ച ഇപ്പം ഇങ്ങോട്ട് വന്നിട്ട് വാഹനങ്ങൾ കുറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല, ബുദ്ധിമുട്ടില്ലാണ്ട് പോകാൻ പറ്റുന്നുണ്ട്. ഡബിൾ ലൈനാണെങ്കിലും ഇവിടെ വലിയൊരു വീതിയില്ല. 2 വണ്ടി, വലിയ വണ്ടികൾ വന്നാൽ കഷ്ടിച്ച് ഇങ്ങനെ എന്താ പറയുക, അവർ കയറി വരുന്നവർക്ക് ബുദ്ധിമുട്ട്. നമ്മൾ ഇറങ്ങുന്നവർ പരമാവധി സൈഡാക്കിയാലും അവർ കയറി വരുന്നവർ കറക്റ്റായിട്ട്. അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും വണ്ടി ബ്രേക്ക് ഡൗൺ ആയാലും പ്രശ്നമാണ്. ഇപ്പോൾ കണ്ട് ലോറി അവിടെ നിർത്തിയിട്ട് ബ്രേക്ക് ഡൗൺ ആണെന്ന് തോന്നുന്നുണ്ട്. ഇതിവിടെ എത്തുമ്പോൾ ഫസ്റ്റ് ഹോട്ടലാണ്, റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ ഇനി എനിക്കൊന്ന് ഹോട്ടൽ നിലമ്പൂർ വഴിക്കോടെ കിട്ടുന്നതുണ്ട്. ചില ആൾക്കാരിങ്ങനെ വണ്ടി റോഡിൽ വെക്കുമ്പോൾ അത് ഈ കയറി വരുന്ന വണ്ടിക്ക് ബുദ്ധിമുട്ടാകും. ഈ ലോറിയിൽ റോങ് സൈഡിലാണ് കയറി വരുന്നത്. ടിപ്പർ ഇതുപോലെ ഒരുപാട് വളവുകളും. റോഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക പോകുന്നുണ്ട്. നമ്മുടെ KSRTC പോകുന്ന ആനവണ്ടി നമ്മുടെ ഓവർടേക്ക് ആയിട്ട് പോവാണ്. ഇതാ കാണുന്നില്ലേ, കറക്റ്റ് 2 വണ്ടിക്ക് ഇങ്ങനെ പാസ് ചെയ്യേണ്ട രീതിയിൽ സ്ലോ ആക്കണം. നമ്മളങ്ങ് എൻജിൻ ബ്രേക്ക് ഇട്ട് സെക്കൻഡിലോ തേർഡിലോ ഇങ്ങനെ മെല്ലെ ഇറങ്ങി ഗിയറിൽ ഇങ്ങനെ പോവാം. അധികം ബ്രേക്ക് വിട്ടാതെ, അധികം ബ്രേക്ക് വിട്ടാൽ പിന്നെ ചൂടാവുക. ഈ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട് ഇവിടെ തമിഴ്നാട് ലോറി. അതും റോങ് സൈഡിലാണ്. എനിക്കൊന്ന് മുൻപോട്ടായിട്ട് ചിലപ്പോൾ ഇറക്കി വെച്ചതായിരിക്കും, ബാക്കോട്ട് തോന്നുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ ഇൻ്റർലോക്ക് ചെയ്യുന്നുണ്ട് റോഡ് മോശമായിട്ട്. ഇനിയിപ്പോൾ ഇവിടെ തമിഴ്നാട് ബോർഡർ ഇതാ തീരാനായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് കടക്കാൻ പോവാം. ഈ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ കേരളാന്ന് തോന്നുന്നുണ്ട്. വെൽക്കം ടു കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോർഡെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ ലൈനായാലും, അതായത് 2 വേ ആയിക്കഴിഞ്ഞാൽ നല്ല വീതിയുണ്ട് റോഡിന്. സൈഡൊക്കെ ടാർ ചെയ്തിട്ടും സിമെൻ്റ് ഇട്ടിട്ടൊക്കെ, അതുകൊണ്ട് സൈഡ് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടില്ല, എളുപ്പത്തിൽ പോകാൻ പറ്റും. വണ്ടി സൈഡിൽ പാർക്ക് ചെയ്യാനും കുഴപ്പമില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അവർക്ക് പാർക്ക് ചെയ്ത് വെക്കാൻ സുഖമായിട്ട്. ട്രാഫിക് ബ്ലോക്കോ അതിൻ്റെ കാര്യങ്ങളൊന്നും വരാറുമില്ല. നമ്മളിങ്ങനെ നേരെ നിലമ്പൂർ ലക്ഷ്യമാണ്, വഴിക്കടവ് ലക്ഷ്യമാക്കി നീങ്ങിയാണ്. ചെറുവണ്ടികളിൽ നമ്മളിങ്ങനെ പാസ് ചെയ്തിട്ട് ഇങ്ങനെ പാറിപ്പോവുക. നല്ല റോഡായതിൻ്റെ കുഴപ്പമില്ല, വീതിയും ഉണ്ടല്ലോ. പെട്ടെന്ന് വളവെന്നെല്ലാം പെട്ടെന്ന് കണ്ടാവുന്ന വെട്ടിത്തിരിക്കാനൊക്കെ.
ഭാഗത്ത് എന്തോ ചെറിയൊരു റോഡ് വീതി കുറവുണ്ട്. എന്തോ മുൻപെന്തോ ഇതിൻ്റെ പ്രളയത്തിൻ്റെ സമയത്താണ് ഇത് റോഡ് ഇതായി പറയുന്നുണ്ട്. എന്താന്നൊരു വണ്ടി, ഐസ്ക്രീം വണ്ടി, അത് നോക്കാം. ഇവിടെ ഒരു ഐസ്ക്രീം വണ്ടി കണ്ടോടെ നിർത്തി ഐസ്ക്രീം കഴിക്കാൻ എന്താ സംഭവം നോക്കാൻ വേണ്ടി വന്നപ്പോൾ വെറൈറ്റി ഐസ്ക്രീംസ്. നോമ്പായതുകൊണ്ട് ഐസ്ക്രീം കഴിക്കാൻ കഴിയില്ല. എന്തായാലും നോമ്പില്ലാത്തവർക്ക് കഴിക്കാൻ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ചുരറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ പോവാത്തതും കാണാത്തവർക്കും വേണ്ടിയിട്ടാണ് പരമാവധി ഞാൻ വീഡിയോ എടുത്ത് ഇതിലിടുന്നത്, അധികം കട്ട് ചെയ്യാതെ. കാലിലോട് അടിച്ച് സ്പീഡിൽ പറന്ന് പോകുന്നുണ്ട്. പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ, അടിപൊളി മലയാണ് കാണുന്നത്. വളവെല്ലാം നല്ല വീതിയിലോണ്ട് വളച്ചു പിടിച്ച് പോകാനൊന്നും പ്രശ്നമില്ല. കൂടുതൽ ഇവിടെ ഇതൊന്നുമില്ല, ഹെയർ പിൻ ബെൻഡൊന്നും കൂടുതലില്ല. ചെറിയ രീതിയിൽ 1-2 ബെൻഡ് തോന്നുന്നു ബെൻഡ് ചെയ്യാണെങ്കിൽ. അതൊന്ന് താഴെയാന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ നല്ല സുഖമായിട്ട് പോകാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഇവിടെ കണ്ടത് കുറേ ലേഡീസൊക്കെ ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ മുളങ്ങാടിൻ്റെ സൈഡിൽ നിന്ന് അവരെന്തോ മുറത്തിലെന്തോ ഇതൊക്കെ ഇങ്ങനെ മുറം കൊണ്ട് ഇങ്ങനെ എന്തോ പാറ്റിയെടുക്കുന്നുണ്ട്. എന്താ അറിയില്ല ചെയ്യുന്നത് അവരെന്താ അതിൽ നിന്ന് എടുക്കുന്നത് മനസ്സിലാവില്ല. മുളയരിയോ അങ്ങനെ എന്തോ സംഭവം എന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു അതാണ്. ഒരു ലേഡീസ് വന്നിട്ട് ചാക്കിൽ നിന്ന് നിറച്ച് കൊണ്ടുപോകുന്നുണ്ട്. മുകളിലോട്ട് 1-2 സ്ഥലത്ത് കഴിഞ്ഞു. കൂടുതലും മുളങ്കാടാണ്. ഒരു സ്ഥലത്ത് മുളയെല്ലാം പൊട്ടി വീണ് കിടക്കുന്നുണ്ട്, റോഡിലേക്ക് താഴെ കിടക്കുന്നുണ്ടായിരുന്നു. മഴക്കാലത്ത് ഇവിടുന്ന് ഈ പാറക്കെട്ടിൽ നല്ല വെള്ളച്ചാട്ടം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. താഴോട്ടേക്ക് വെള്ളം ഇങ്ങനെ കിടക്കും. ചില സ്ഥലത്ത് 1-2 സ്ഥലത്ത് ഇപ്പോഴും ഞാൻ വെള്ളം കണ്ടിട്ടുണ്ടായിരുന്നു. ഒരാൾ നിർത്തിയിട്ട് അവിടുന്ന് ബൈക്ക് നിർത്തിയിട്ട് അവിടുന്ന് മുഖമൊക്കെ എഴുതുന്നുണ്ടായിരുന്നു, ചെറിയ രീതിയിൽ താഴ്ന്നു. ഇതാ ഈ ലേഡി ഇത് ഇവിടെ അത് ചെയ്യുന്ന മുറം കൊണ്ട് പാറ്റുന്നു. അതെന്താ അതിൽ നിന്ന് എടുക്കുന്നത് മനസ്സിലായില്ല. അറിയുന്നവരുടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല മുളങ്ങാടുകൾ. ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു, വാഹനങ്ങൾക്ക് വളരെ കുറവാണ്. കയറ്റം ആദ്യമായിട്ടാണ് ഞാൻ പകൽ സമയത്ത് ചുരം ഇറങ്ങുന്നത്. നാട് കാണിച്ചുരം നമ്മുടെ KSRTC പോകുന്ന സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ മൈസൂരേക്കോ അല്ലെങ്കിൽ ബാംഗ്ലൂരേക്കോ. കുറേ ഐസ്ക്രീം വണ്ടികളുണ്ട് ഇവിടെ. വഴിയോര യാത്രക്കാർക്ക് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് അവർ ചുരത്തിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. അതുപോലെ കുറേ ആൾക്കാർ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ വർത്തമാനം പറയാനൊക്കെ വന്നിരിക്കുന്ന കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. എനിക്കൊന്ന് നോമ്പൊക്കെ എടുത്ത് വന്നിരിക്കുന്നതായിരിക്കും. പിന്നെ ഇങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്ന സമയം പോവുകയും ചെയ്യും. പോയി വരുന്ന സമയം കൊണ്ട് കുറേ സമയം ഇങ്ങനെ എന്താ പറയുക ചിലവഴിക്കുകയും ചെയ്യാം. ചില സ്ഥലത്ത് ഫാമിലിയും സ്കൂട്ടറും കൊണ്ടൊക്കെ വന്നിരിക്കാൻ നിർത്തിയിട്ട് സംസാരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആനയുണ്ടെന്നുള്ള ബോർഡല്ലാണ്ട് ആനനെ കണ്ടിട്ടില്ല ഇതുവരെ. ഒരു മൃഗങ്ങളെയും കാണാൻ പറ്റിയില്ല. നേരത്തെ അങ്ങൊരു തുടക്കത്തിലായിട്ടൊരു കാട്ടുപന്നിനെ കാണാൻ പറ്റിയത്, സൈഡിൽ വേറൊന്നും കണ്ടില്ല. നമ്മളിങ്ങനെ നേരെ വഴിക്കടവ് ലക്ഷ്യമാക്കി നീങ്ങിയാണ് ഏകദേശം എത്താനായും തോന്നിയിട്ടുണ്ട്.
ഇവിടുത്തെ ഹോട്ടൽ. നമ്മൾ താഴെ ഇറങ്ങി കിട്ടുന്ന ഫസ്റ്റ് ഹോട്ടലാണെന്ന് തോന്നുന്നത്. നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ചെക്ക് പോസ്റ്റ് എക്സൈസ് ചെക്ക് പോസ്റ്റ് ആണ് വഴിക്കടവിലുള്ള. അങ്ങനെ നമ്മൾ ഏകദേശം ടൗണിൻ്റെ അടുത്ത് വഴിക്കടവ് എത്തിയിട്ടുണ്ട്. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ് ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് കഴിഞ്ഞത്. അപ്പം നിങ്ങൾ മുതുമലേൻ്റെയും പിന്നെ നാടുകാണി ചുരത്തിൻ്റെയൊക്കെ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന്. ഇനി അടുത്ത വീഡിയോ ആയി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഒന്നുകൂടി ബൈ ബൈ. താങ്ക് യു.